ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആമ്പൽപ്പാടം കാണാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, കഴിഞ്ഞ 2 വർഷമൊക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ അതിൻ്റെ പോസ്റ്റൊക്കെ കുറേ പേര് കണ്ടു കാണും. മലരിക്കൽ ഒരു വില്ലേജാണത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഒരു ആമ്പൽപ്പാടം ഉള്ളത്. ഇപ്പോൾ കുമരകത്തിൻ്റെ അടുത്താട്ടോ. പിന്നെ ഇതിപ്പം മലരിക്കൽ ടൂറിസം എന്നൊരു പദ്ധതി ആക്കിയിട്ടുണ്ട്. 2 വർഷമായിട്ടുണ്ട് ഇത്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു, കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തവണ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ പോയത് വൈകുന്നേരം കേട്ടോ. ഈ ആമ്പലൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കാണണമെങ്കിൽ നിങ്ങൾ രാവിലെ പോകേണ്ടി വരും. അപ്പോൾ ഒരു 8 മണി തൊട്ട് 10 മണിയൊക്കെ ആകുമ്പോഴേക്കും, നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നേരത്തെ തന്നെ ആമ്പൽ വാടിപ്പോവും. അപ്പോൾ രാവിലെ പോവുകയാണെങ്കിൽ നമുക്ക് വിരിഞ്ഞ ആമ്പലിൻ്റെ പാടം കാണാൻ പറ്റും. നമ്മൾ വൈകുന്നേരമായിട്ട് പോയത്. അപ്പോൾ നമ്മൾ പോയ സമയത്ത് ആമ്പലൊക്കെ കൂമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു റൗണ്ട് അടിക്കാമെന്ന് വെച്ച് കയറിയതാണ്. നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ. ആ ചേട്ടൻ നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, ആമ്പലിൻ്റെ കാര്യങ്ങളും. ഇവിടുത്തെ ഈ കണ്ടെന്ന് പറയുന്നത് കുറേ ഏക്കറുണ്ടത്. അത് ഒരു സീസൺ ആകുമ്പോൾ ഈ ആമ്പലിൻ്റെ സീസൺ കഴിയുമ്പോഴേക്കും അവർ ഈ വെള്ളമെല്ലാം വറ്റിച്ചിട്ട് ആ വെള്ളം വേറെ സ്ഥലത്തോട്ട് ഒഴുക്കി വിടും. പിന്നെ അവിടെ കൃഷി ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നിറച്ച് ആമ്പൽ പാടത്തിന് ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമല്ലേ. ഇപ്പോൾ ഇങ്ങനെ ആമ്പൽ വിരിഞ്ഞ സമയത്താണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഫുള്ളിങ്ങനെ പിങ്ക് കളറിലായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. നമുക്ക് ആ ചേട്ടൻ്റെ പേര് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. നമ്മുടെ ചേട്ടനാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരുന്നത്. പിന്നെ ഒത്തിരി ഫോട്ടോഷൂട്ട്സൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓണം സീസണും കൂടെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പോകുന്ന വഴി തന്നെ ആമ്പലൊക്കെ പറിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആമ്പലിന് അത്യാവശ്യം ഡെപ്തുള്ള ഏരിയ ആണ്. എന്നുവെച്ചാൽ ഒത്തിരി ഇല്ല കേട്ടോ, ഒത്തിരി ഡെപ്ത് ഇല്ല. കണ്ടോ, ഈ സമയത്ത് ആമ്പലൊക്കെ ഇങ്ങനെ കൂമ്പി നിൽക്കുമായിരുന്നു. അപ്പോൾ വിരിഞ്ഞ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ അത്ര രസമില്ല, എന്നാലും നമുക്ക് ഇപ്പോൾ ആ ചേട്ടൻ നമുക്ക് ആമ്പലൊക്കെ പറിച്ച് തരുവാണ്. ഇത് നമുക്ക് പറിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു 8:30 ആകുമ്പോഴേക്കും ഇത് വിരിയും. എന്നിട്ട് ഒരു 11 മണിയാകുമ്പോൾ പിന്നെയും കൂമ്പിപ്പോവും. എന്നിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഇത് ഇറക്കി വെച്ചാൽ അത് വിരിയും കേട്ടോ. ഞാനിത് ചെയ്ത് നോക്കി. എന്നിട്ട് നമ്മൾ വെള്ളം ഡെയിലി മാറി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു 3 ദിവസമൊക്കെ ഇത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പം കാരണം ഇതിപ്പോൾ റൂട്ടില്ലല്ലോ, പൂ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കാം. അത് വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഞങ്ങളുടെ ആമ്പൽ വിരിഞ്ഞോ ഇല്ല എന്നൊക്കെ ഞാൻ കാണിക്കാം. വ്ളോഗിൻ്റെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കിട്ടൂസും കണ്ണൂസും ഒക്കെ കുറച്ച് മൂഡ് ഓഫാണ്. കാരണം 2 പേർക്കും ചുമയാണ്. പിന്നെ ഈ സമയത്ത് നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. എന്നാലും കുഴപ്പമില്ല. ഏതായാലും മൂന്നാറിൻ്റെ അത്രയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല ഒരു ഈവനിങ് ആയിരുന്നു മലരിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതൽ സ്ഥലത്തോട്ട് ഈ ആമ്പൽ ഇങ്ങനെ പടർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അത് കാണുന്നതിന് നല്ല രസമുണ്ട്. പിന്നെ കച്ചവടക്കാരൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇപ്പോൾ ഡെവലപ്പായി വരുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഇത് സീസണൽ ആയതുകൊണ്ട്
അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. കാരണം ഈ ആമ്പലിൻ്റെ സീസൺ കഴിയുമ്പോൾ പിന്നെ അവിടെ ഒന്നും ഇല്ല നമുക്ക് കാണാൻ. അപ്പോൾ അതൊരു ഇതാണ്. അപ്പോൾ രാവിലെ വരണമെന്നൊക്കെ ഞങ്ങൾ ശനിയാഴ്ച കേട്ടോ പോയത്. പിന്നെ ഞായറാഴ്ച നമുക്ക് രാവിലെ പോകണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ആ സമയത്ത് കണ്ണൂസും കിട്ടുമൊക്കെ ഉറക്കമായിരിക്കും. പിന്നെ അവരെ എണ്ണിപ്പിച്ച് വരുമ്പോഴേക്ക് താമസിക്കും. പിന്നെ നല്ല വെയിലാണെങ്കിൽ നമുക്ക് ബോട്ടിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഇത് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് പോകാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വൈകിട്ട് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഇപ്പം നമ്മൾ കരയിലെത്തും. ഒരു റൗണ്ട് അടിച്ചു കേട്ടോ. റൗണ്ട് അടിച്ച് കുറേ നേരം ആ ചേട്ടന്മാരവിടെ നല്ല ക്ഷമയുള്ള ചേട്ടനായിരുന്നു. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നിർത്തും. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ രാവിലെ വരാൻ നോക്കുക. പിന്നെ വൈകിട്ട് വിരിയും കേട്ടോ. വൈകിട്ട് ഇതുപോലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ആമ്പൽ വിരിയും. അപ്പോൾ ആ സമയത്ത് പക്ഷേ ഇരുട്ടായിരിക്കും. അപ്പോൾ കാറിൻ്റെയൊക്കെ വെട്ടത്തിൽ ഇത് കണ്ടിട്ട് പോകുന്നവരുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. കാരണം ദൂരെ നിന്നൊക്കെ വരുന്നവർ കാണും. അപ്പോൾ അവർക്ക് പോയിട്ട് തിരിച്ച് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ അവിടെ വെയിറ്റ് ചെയ്തിട്ട് കണ്ടിട്ട് പോകുന്നവരും ഉണ്ട്. നമുക്ക് കുമരകം അത്ര ദൂരമല്ലല്ലോ, അതുകൊണ്ട് നമുക്കൊക്കെ പോയിട്ട് വരാം. പിന്നെ നമ്മൾ ഇത് അവിടെ താമര കൃഷി ചെയ്യുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ, ഫുൾ താമരയാണ്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. നല്ല പിങ്ക് കളറിലെ താമര. അപ്പോൾ നമ്മൾ അധികം ഇരുട്ടുന്നതിന് മുമ്പേ അവിടെ നിന്ന് ഇറങ്ങി. കാരണം വേറെ പിന്നെ അവിടെ ലെഷറൊന്നുമില്ല. നമ്മൾ അമ്പലപ്പാടം കണ്ടു, കപ്പലിൻ്റെയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചില്ല, 2 പേർക്കും ചുമയുണ്ട്. പിന്നെ വൈകുന്നേരമല്ല, ചിലപ്പോൾ നമുക്ക് പിടിക്കത്തില്ല തൊണ്ടയ്ക്ക്. അപ്പോൾ അത് കാരണം ഐസ്ക്രീം ഒന്നും വാങ്ങിയില്ല. നമ്മൾ ഒരു റൗണ്ട് അടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടുമെന്ന് നന്നായിട്ട് വിശക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാന്താരി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട് ചങ്ങനാശ്ശേരിയിൽ. അപ്പോൾ അവിടെ കയറിയതാണ്. അവരുടെ പേജൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തതാണ്. അപ്പോൾ ഭയങ്കര ഡിഷസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ് കയറിയതാണ്. പക്ഷേ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്താൽ പെട്ടെന്ന് തന്നെ സംഭവം കിട്ടും കേട്ടോ. ഏത് ഫുഡാണെങ്കിലും പെട്ടെന്ന് തന്നെ കിട്ടും. പക്ഷേ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ തന്നെ കണ്ടോ, അരിക്കൊക്കെ നല്ല വലിപ്പമുണ്ട്. നമ്മുടെ ബാസ്മതി അരി പോലെയാണ് ഫ്രൈഡ് റൈസിന് അരിയൊക്കെ ഇരിക്കുന്നത്. ഒട്ടും ഒരു ഫ്രഷ്നെസ് ഇല്ലാത്ത ഫുഡ് പോലെ തോന്നി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടായിരുന്നു ഇവിടെ കയറുന്നത്. അപ്പോൾ നമുക്കത്ര ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഭയങ്കര എ സിയും നമ്മൾ എന്താ പറയുക കയറിയല്ലോ എന്നായിപ്പോയി.
പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേഗം തന്നെ ഇറങ്ങി. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയി. നമുക്ക് ആമ്പൽ കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ ആമ്പൽ, രാവിലെ വിരിഞ്ഞായിരുന്നു. അപ്പോൾ ഞാനൊരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇതൊരു രാവിലെ ഒരു 9 മണിയൊക്കെ ആയി. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.